ആധാർ പൗരത്വരേഖയായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. ആധാർ ഔദ്യോഗിക രേഖകളിലൊന്നാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാറിനെ പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുകയാണ് ദിവസങ്ങളായി. കഴിഞ്ഞ ദിവസവും ചില പ്രധാന നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അതിൽ തന്നെ ഈ തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാറിനെ പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലേക്ക് കോടതി വെക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇന്നത്തെ വാദം എങ്ങനെയാണ്? കമ്മീഷൻ സ്വീകരിച്ച നിലപാട്, കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, വിവരങ്ങൾ അച്യുതൻ. അരിജിത്ത്, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ പ്രധാനമായി ഹർജിക്കാർ ഉന്നയിച്ചത് ഈ ആധാറിനെ 12ാമത്തെ രേഖയായി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. നേരത്തെ തന്നെ കോടതി ഈ ആധാർ പരിഗണിക്കണമെന്ന നിർദ്ദേശം കമ്മീഷന് നൽകിയിട്ടും BLOമാർ അത് പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ കോടതി ലക്ഷ്യമാണ് BLOമാർ ഇത്തരത്തിൽ കാണിക്കുന്നത് എന്ന് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആധാറിനെ പൗരത്വ രേഖയെ കാണാൻ കഴിയില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. പക്ഷേ നിയമം നിർവചിക്കുന്നത് ആധാർ താമസ രേഖയായാണ് എന്നത് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ആധാറിനെ പരിഗണിച്ചുകൂടാ എന്നും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു. നിലവിൽ ഇപ്പോൾ ഒരു ഉത്തരവ് ഈ കാര്യത്തിൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് 11 രേഖകളാണ് നിലവിൽ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി നിലനിൽക്കുന്നത്. അതിൽ രേഖയായി ആധാറിനെ കൂടി ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. പൗരത്വ രേഖയെ കാണാൻ കഴിയില്ല, എന്നിരുന്നാലും തിരിച്ചറിയൽ രേഖയാണ്, അത്തരത്തിൽ തന്നെ അതിനെ പരിഗണിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ആധാറിന്റെ ആധികാരികത സംബന്ധിച്ച്, ഏതെങ്കിലും വ്യക്തി കൊണ്ടുവരുന്ന ആധാറിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കണം, അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തായാലും ആധാർ ഒരു തിരിച്ചറിയൽ രേഖയാണ് എന്നൊരു നിരീക്ഷണം അത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. 12ാമത്തെ രേഖയായി ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുകയാണ്. റിജിത്ത്, അച്യുതൻ, ഈ ഒരു തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാറിനെ പരിഗണിക്കണം എന്നുള്ള കാര്യം നേരത്തെയും കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അത് നടപ്പാവുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു ഉത്തരവിന്റെ സ്വഭാവത്തിൽ തന്നെ ഒരു നിർദ്ദേശമായി, ഒരു ഉത്തരവായി തന്നെ അത് കോടതി പുറപ്പെടുവിക്കുന്നു, അല്ലേ അച്യുതൻ? തീർച്ചയായിട്ടും റിജിത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആധാറിനെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ആധാർ എന്ന രേഖയെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നത് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുകയും അത് ഉൾപ്പെടുത്തണം, പരിഗണിക്കണം എന്ന നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിരന്തരം സുപ്രീം കോടതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പല BLOമാരും ഇത് പാലിക്കുന്നില്ല എന്നതാണ് ഇന്ന് ഹർജിക്കാർ പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. കോടതി ലക്ഷ്യമാണ് ഈ BLOമാർ നടത്തുന്നത് എന്നത് കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു. തുടർന്നാണ് ഈ ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ ചർച്ചയായത്. ആധാർ ഒരു ഔദ്യോഗിക രേഖയാണ് എന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു. ഒരു പ്രധാന ാണ് പൗരത്വമായി കാണാൻ കഴിയില്ല എന്ന നിരീക്ഷണം സുപ്രീം കോടതി നടത്തി. ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആധാർ പൗരത്വ രേഖയായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിക്കുകയാണ്. കോടതിക്കും സമാനമായ അഭിപ്രായം തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് ചില നിരീക്ഷണങ്ങളിൽ നിന്ന് വിലയിരുത്താവുന്നതാണ്. പക്ഷേ ആധാർ ഔദ്യോഗിക രേഖകളിൽ ഒന്നാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.